ഇജാതി തീപ്പൊരിക്കളി. തീപ്പൊരി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 76 മാച്ചസ് ഇപ്പോൾ നടന്നതിൽ ഒരു 72 ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി ഒരു 4 ഞാൻ മനുഷ്യനായതിൻ്റെ പേരിൽ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ടൈം അഡ്ജസ്റ്റ് അത് ഞാൻ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ 76 മാച്ചും കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ദിസ് ഗെയിം റൗണ്ട് ഓഫ് 32 രണ്ടാമത്തെ കളി ഇന്ന് 10:30 കഴിഞ്ഞ ജപ്പാൻ വേഴ്സസ് ബ്രസീൽ. അതാണ് ഞാൻ കണ്ട ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് മാച്ച്. എന്തായിരുന്നു അത്? തീപ്പൊരി കളി. ആദ്യത്തെ ഫസ്റ്റ് ഹാഫാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാർ ബ്രസീലാണ് കുറച്ച് ഡിപ്പായി നിന്നത്. ആ സമയത്ത് തന്നെ അവന്മാർ 29ാമത്തെ മിനിറ്റ് ഒന്നും ഗോള് അടിച്ചിട്ട് പോയി. നമ്മളാരും വിചാരിക്കാനുള്ള ബ്രസീൽ ഗോൾ കൺസീവ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ ബ്രസീലിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാനുള്ള ഈ വിനി ജൂനിയറും പെക്കറ്റുമൊക്കെ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്, കൊണ്ടുപോയി അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവന്മാരുടെ ഫൈനൽ തേർഡിലോട്ട് എത്താൻ പറ്റാനുള്ള കാര്യം 5 പേര് നിരന്നങ്ങോട്ട് നിൽക്കുകയാണ് ഡിഫൻസിൽ. അവന്മാർക്ക് എന്ത് ബ്രസീൽ, അവന്മാർക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഹൈറ്റ് കുറവാണ്. പക്ഷേ അത് ഈ ലോകത്ത് എല്ലാവർക്കും അറിയാത്തതും അത് അംഗീകരിക്കാത്തതും ചിലപ്പം ജപ്പാൻ്റെ പ്ലെയേഴ്സായിരിക്കും. അവന്മാർക്കതൊരു വിഷയമേ അല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത പോലെയാണ്. അവന്മാർ ബോൾ വന്നിട്ട് ഫസ്റ്റ് ടച്ചിൽ വരുന്ന ബോൾ ജസ്റ്റ് ട്രാപ്പ് ചെയ്ത് പിന്നെ കൊണ്ട് ഓടുകയാണ്. അത്ര ചെറിയ ടൈം കൊണ്ട് ഇവർ ബോളും കൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും, പറക്കുകയാണ്. എന്നിട്ട് 29ാമത്തെ ഗോൾ അടിക്കുന്നു. ഫസ്റ്റ് ഹാഫ് അങ്ങനെ കൊണ്ട് പോയി. ജപ്പാൻ ഡോമിനേറ്റ് ചെയ്തൊരു ഫസ്റ്റ് ഹാഫ് ഇവരും കളിച്ചിട്ടുണ്ട്. പക്ഷേ ജപ്പാനാണ് കംപ്ലീറ്റ്ലി അത് കൊണ്ടുപോയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കളി മാറി. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ആൻസിലോട്ടി പ്ലാൻ മൊത്തം മാറ്റി എൻട്രിക്കിനെ കൊണ്ടുവന്നു പെക്കറ്റയ്ക്ക് പകരം. അപ്പം പിന്നെ വിനി ജൂനിയറും എൻട്രിക്കും കൂടെ ചെന്നിട്ട് അടിയോടടി ഇവന്മാരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പോയിൻ്റ് എത്തിയപ്പം കസമീറോ സ്ലോ ആണെന്ന് പറയുന്ന, ഇപ്പം ടീമിന് ബാധ്യത എന്ന് പറയുന്ന അതേ കസമീറോ തന്നെ ഹെഡർ ഗോളിലൂടെ എന്താണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ചെയ്യുന്നത് ആ സാധനം ഒരു കിണ്ണം ഗോൾ ഇക്വലൈസ് ചെയ്തു. പിന്നെ ജപ്പാൻ എൻ്റെ അമ്മയും മറ്റേ കുഞ്ഞിക്കൂനലിൽ കുഞ്ഞൻ പേടിച്ച് ഇരിക്കില്ലേ വാസോടനെ കണ്ടപോലെ, അതുപോലെ അവന്മാർ പേടിച്ചു പോയി. പക്ഷേ അവന്മാരപ്പോഴും ഓൾ ഔട്ട് അറ്റാക്ക് അല്ല ഓൾ ഔട്ട് ഡിഫൻസാണ്. 11 പേരും വന്നിട്ട് നിന്നിട്ട് ആ ബോക്സിൽ കിടന്ന് പൊരിയോട് പൊരി. അതിൻ്റെ ഇടയിലൊരു 2-3 ചാൻസസ് ഡെഫിനറ്റ്ലി കയറേണ്ട ചാൻസസ് പോസ്റ്റിൽ കൊണ്ടുപോകുന്നു, ഗോൾ ലൈൻ ഡിഫൻസിൽ പോകുന്നു ബ്രസീലിൻ്റെ. അതെല്ലാം ജപ്പാൻ അനുകൂലമായിട്ട് വന്നു. അപ്പം ഡിസർവ് ചെയ്യുന്നത് ബ്രസീൽ തന്നെയായിരുന്നു. സോ എക്സ്ട്രാ ടൈമിലോട്ട് പോയി എന്തായാലും ബ്രസീൽ സംശയമാണ്. കാര്യം അവന്മാർ എക്സ്ട്രാ ടൈമിലിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗോൾ കൊണ്ടൊന്ന് കുത്തിയിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർട്ടിനലിനെ കൊണ്ടുവരുന്നത് കുഞ്ഞയ്ക്ക് പകരം. അപ്പോൾ കുഞ്ഞയ്ക്ക് പകരം മാർട്ടിനലി വന്നിട്ട് 90 മിനിറ്റും 6 മിനിറ്റോ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് 6 മിനിറ്റായിരുന്നു ഇഞ്ചുറി ടൈം. ആ ഇഞ്ചുറി ടൈമിൻ്റെ 6ാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്ന് 2-1 ഗോളടിച്ച് കളിയിപ്പിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ജപ്പാൻ പോയി. എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റി, പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല കളി, സൂപ്പർ കളിയായിരുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത മാച്ചായിട്ട് വരാം.